അച്ഛാ എന്നെ കാണാൻ പറ്റുന്നുണ്ടാ? ആ കാണാം. ഇനിയേ മോശം നോക്ക്. മോശന രാവിലെ പോയതാണ്. ഇനി ഉച്ചയ്ക്ക് 2-2:30 നോക്കിയാ മതി. ആ മോശം അല്ലടാ, ക്യാമറ മോഷൻ ട്രാക്കിങ്. നീ അങ്ങോട്ടും കൂടെ നടക്കുമ്പോഴേ ക്യാമറ മൂവ് ചെയ്യുന്നുണ്ടോ നോക്കാനെന്ന്. ഓ അത് ആ ഓക്കെയാണ്. പ്ലേബാക്ക് റെക്കോർഡിങ്സ് ഒന്നും ഇല്ലേ? ഹലോ, CCTV കൊണ്ടുവച്ച തൃക്കണ്ണൻ സൊല്യൂഷൻസ് അല്ലേ? അതെ. പിന്നെ ഈ CCTVയിൽ റെക്കോർഡിങ്സ് ഒന്നും കിട്ടില്ല, ലൈവ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അത് മനഃപൂർവ്വം കട്ട് ചെയ്തതാണ്. ആർക്ക് ചോദിച്ചാ എന്റെ വീട്ടിൽ CCTV കട്ട് ചെയ്താ? ഈ മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ഇതുവരെ അടച്ചിട്ടില്ല, അതുകൊണ്ട് കട്ട് ചെയ്തു. അത് പിന്നെ CCTV വെച്ചതിന് ശേഷം ഇവിടെ കള്ളന്മാരെ ശല്യമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് CCTV കൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ലല്ലോ. അപ്പൊ റെക്കോർഡിങ്സ് കൊണ്ടും വേറെ ഉപയോഗമില്ല, അതുകൊണ്ട് നമ്മൾ അതും കട്ട് ചെയ്തു. നിങ്ങളെ ഡീലിങ്സ് വളരെ മോശമാണ്. ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ട് പറ സാറേ. ഓഹോ, നിനക്ക് അത്രയ്ക്ക് ദണ്ണമാണെങ്കിലേ ഇവിടെ ഇരിക്കുന്ന CCTV എടുത്തോണ്ട് പോടാ. പൈസ അടച്ചില്ലെങ്കിൽ ഉടനെ ഊരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ മാത്രം എടുത്താൽ മതി, വന്നെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നാട്ടുകാരെന്ന നാണക്കേടാണ് നമുക്ക്. നാണം കെടാൻ സാറിന്റെ മുണ്ടൊന്നും അല്ലല്ലോ ഊരിക്കൊണ്ടു പോകുന്നത്, ക്യാമറയല്ലേ? അല്ല, മുണ്ട് ഊരിക്കൊണ്ടു പോയാലും കുഴപ്പമില്ല. ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമുക്ക് പൈസ ഇല്ല എന്ന് അറിയുമ്പോഴേ ഒരു കുറച്ചില്ല, അതുകൊണ്ടാണ്. ഹലോ തൃക്കണ്ണ, ഹലോ കണ്ണ. അച്ഛാ, ഞാൻ ഇന്നലെ ക്യാമറയുടെ മുമ്പിൽ വെച്ചാണ് പെടുത്തത്. അപ്പൊ ഇതിൽ കൂടെ കിഡ്നി സ്റ്റോൺ തെറിച്ചു പോയെന്നൊന്ന് നോക്കാൻ പറ്റുമോ? ക്യാമറയിൽ കൂടെ കാണാനേ ഇവിടുന്ന് തെറിച്ച് വീണത് താവുക്കട്ട അല്ല. എന്നാലും സൂം ചെയ്ത് കാണാൻ പറ്റൂല. സൂം ചെയ്താൽ ഞാൻ പലതും കണ്ട് പേടിക്കും, അതുകൊണ്ട് അത് വേണ്ട. എന്നാലും കാര്യമില്ല, റെക്കോർഡിംഗ് ഒന്നും ഇല്ല, അവന്മാര് കട്ടാക്കി. ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം, ലൈവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ രാത്രി എങ്ങാനും കള്ളം കയറിയ ഫോണിൽ കൂടെ ലൈവ് നോക്കിയിരിക്കണോ? മിക്കവാറും. നിന്റെ അമ്മ ഇവിടെ പോയടാ, അവളല്ലേ ഇൻസ്റ്റാൾമെന്റ് കടക്കാനുള്ള കൃത്യമായിട്ട്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇവിടെ പോയി കിടക്കണ്. ഇതൊക്കെ ഗ്രഹനാഥന്റെ ഒരു കഴിവുകേടാണ്. ഈ വീട്ടിൽ ആരുടെ പണിക്ക് പോയി ഈ വീട് നോക്കണം? അമ്മ. അപ്പൊ ആര് ഗ്രഹനാഥൻ? അമ്മ. വിളിയവള. അമ്മാ. അമ്മയെ കിടന്ന് വിളിക്കണ്ട, അമ്മ ഇവിടെ ഇല്ല, ബാങ്കിൽ പോയേക്കണം. കിട്ടണ പൈസ അവള് മൊത്തം കൊണ്ട് ബാങ്കിൽ കൊണ്ട് നിറയ്ക്കാനല്ലേ. വാർദ്ധക്യം എത്തുമ്പോൾ ഒരു മുതൽക്കൂട്ടായി. ഇപ്പൊ പിന്നെ യൗവനമാണല്ല. കൂട്ടന്നെ ബാങ്കിലെ താഴത്തെ പണയം വെച്ചേക്കല്ലേ, അതിനിപ്പോ അടവൊന്നും നമ്മൾ അടയ്ക്കലല്ല. അങ്ങനെ അത് ലേലത്തിന് പോകുന്ന ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി അമ്മ പോയേക്കണം. ലേലത്തിലെങ്കിൽ ലേലത്തിൽ വെക്കാൻ പറയടാ, കോടികളോട് അച്ഛൻ തിരിച്ചെടുക്കും. വെറുതെ കേൾക്കാൻ കൊള്ളാം. കോടികളുണ്ടെങ്കിലേ അത് കൊടുത്തങ്ങ് ക്ലോസ് ആക്കിയാ പോരെ, എന്തിന് ലേലം വരെ പോണാ? അല്ല, ഞാൻ ഈ ലേലം വിളിക്കണമൊന്നും കണ്ടിട്ടില്ല, അതും കൂടെ ഒന്ന് കാണാൻ വേണ്ടി. അച്ഛാ, വെറുതെ പറയല്ല, ഞാൻ കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൈവിട്ടൊന്നും പോകൂലടാ, മുറുക്ക പിടിക്കാനേ ഈ അച്ഛൻ കൂടെ ഉണ്ട്. എന്നാ പിന്നെ ആ പൈസ ഒന്ന് അടച്ചു തീർക്കി. കുറെ കാലം കൊണ്ട് ഈ കടവും ദാരിദ്ര്യമൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. എങ്ങനെ വരാതിരിക്കും? 6 മാസം മുമ്പ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പറഞ്ഞ് എന്നും രഘുവിന് പട്ടിണി പരിവട്ടണം മാത്രമേ ഉള്ളൂ. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇക്കണ്ട ആൾക്കാരെ എന്ന് ബാങ്കിൽ നിന്നൊക്കെ ലോണും പൈസയൊക്കെ വാങ്ങിച്ച് റിച്ച് ലൈഫാക്കി 2 കാർ എടുത്തിട്ട് ആ കടോണ് ഇപ്പൊ വന്ന് കിടക്കണം. ലോൺ ആപ്പിന്ന് കുറച്ച് ലോൺ എടുക്കണം. കടം തീർക്കാനാടാ? അല്ല, പച്ചവരെ വീണ് പുതിയ ഫോൺ എടുക്കാനേ. ലോൺ ആപ്പിലെ ചെന്ന് കയറിക്കോട്. EMI അടയ്ക്കാതെ വരുമ്പോഴേ അമ്മരെ ഭീഷണി എങ്ങനെയാണെന്ന് അറിയാമോ? നിന്റെ മോർഫ് ചെയ്ത ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വേറെ സൈറ്റിലേക്കിട്ട് വൈറലാക്കുമെന്ന് പറയണം. എങ്കിൽ ഞാൻ ആ ഫോട്ടോസും വീഡിയോസും അവന്മാരെ സെൻഡ് ചെയ്ത് വാങ്ങിച്ച് എന്റെ ഇൻസ്റ്റാഗ്രാമത്തിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി അതിൽ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കും. പൊടിക്കെങ്കിലും നാണോ മാനോ ഇല്ലടാ നിനക്ക്. ഓച്ചന്തുരുത്ത് രഘുവിന്റെ ചോരയാണ് ഈ സിരകളിൽ ഓടുന്നത്. തന്തയ്ക്ക് വളർന്നവൻ. അമ്മ ജോലിക്ക് പോണ പൈസ ഇപ്പൊ എനിക്കൊരു ചെറിയ ജോലി ഉണ്ടല്ലോ, അതിൽ നിന്ന് നക്കാപ്പിച്ചൊക്കെ കൊണ്ടാണ് വീട് മുന്നോട്ട് പോകണം. അതൊക്കെ കൊണ്ട് ഇനി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. മക്കളെ മഹേഷേ, രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് നിന്റെ ജോലി? രാവിലെ 8 മണി തൊട്ട് രാത്രി 6 മണി വരെ. അതെയല്ലേ, 6 മണിക്ക് ശേഷം വേറെ എന്തെങ്കിലും ജോലി കൂടെ നിനക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക്. ജോലി കിട്ടാ അച്ഛൻ പ്രാർത്ഥിക്കാം. അച്ഛൻ പോണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഈ നാർക്ക് പണിക്ക് പോവാല്ല. എവന്റെ കിഡ്നി സ്റ്റോൺ ഓപ്പറേഷന് വേണ്ടി 60,000 രൂപ ശാന്തമീരത് വാങ്ങിച്ചത്. അന്ന് നീ നമ്മളടുത്ത് പറഞ്ഞത് 80,000 കടം വാങ്ങിച്ചെന്നാണല്ല. അത് 80,000 കടം വാങ്ങിച്ചപ്പം 20,000 സബ്സിഡി. കടം ചോദിച്ചപ്പോഴേ ശാന്തമി ഒരു വിധത്തിൽ തരൂല. അവസാനം അമ്മ ഒരു നമ്പർ ഇറക്കി. എന്തോന്ന് നമ്പര്? അതായത് യവൻ വിഴുങ്ങിയത് പവിഴക്കല്ലാണെന്നും അത് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്ത് വിറ്റാ 2.5 കോടി കിട്ടുമെന്നും അതിന്റെ നേർപകുതി ശാന്തമി കൊടുക്കാന്ന് പറഞ്ഞ പൈസ കടം വാങ്ങിച്ചത്. ഇപ്പൊ പൈസ കിട്ടാത്തോണ്ടേ ശാന്തമി ഇവൻ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കിയാണ്. അടിപൊളി. എനിക്ക് വേണ്ടി മുടക്കിയ പൈസ ഞാൻ തന്നെ തിരിച്ചു തരും. എപ്പോഴൊന്നും ചോദിക്കല്ലേ, ഒരു 25 കൊല്ലം കഴിയുമ്പോ തരും. 25 കൊല്ലം കഴിയുമ്പം അവിടെ തുടങ്ങിയേക്കണ KIC പോളിസി നിനക്ക് കിട്ടുമായിരിക്കുമല്ലേ? അതിൽ കണ്ണു വയ്ക്കേണ്ട, അത് കഴിഞ്ഞാൽ എപ്പോഴേ മുക്കി. എങ്കിൽ എനിക്ക് വാർദ്ധക്യ പെൻഷൻ വരുമ്പോഴെങ്കിലും ഞാൻ തരും.
എന്നെ ഇനി ഇതും പറഞ്ഞ് വേദനിപ്പിക്കരുത്. ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു പയ്യനാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അമ്മ വരണം. എന്നാ മക്കളെ അച്ഛൻ ഒന്ന് കിടക്കട്ടെ, നല്ല തലവേദന. എവിടെ പോണ്? നാല് കേട്ടിട്ട് പോവാം. അമ്മ ബാങ്കുകാർ എന്ത് പറഞ്ഞു? വന്ന പാടെ നിൽക്കാതെ മേഡം ഇരിക്കൂന്ന് പറഞ്ഞു. എന്നിട്ട് 3 മസാല ദോശയും ജ്യൂസും കൂടെ എനിക്ക് വാങ്ങിച്ചു തന്ന് ഞാൻ കുടിച്ചു തിരിച്ചു വന്നു. ഒരു മസാല ദോശ എനിക്കും കൂടെ പാഴ്സല് പറയായിരുന്നു. ഞാൻ വയ്യാതെ കിടക്കണല്ലേ അമ്മ. എനിക്ക് നിങ്ങൾക്കൊക്കെ ഇത് കളി, എല്ലാം കൂടെ കടം കയറി പോകും. അവസാനം 4 നാൾ ഒടുങ്ങേണ്ടി വരും. ഞാൻ ഒടുങ്ങൂല, വല്ല കാശിക്കും കയറി പോവും. എന്നെയും കൂടെ കൊണ്ടുപോകണം. നീട്ടിത്തരാൻ പറഞ്ഞില്ലേ? പറഞ്ഞപ്പോ തന്നെ ഒരു പൈസ കെട്ടെടുത്ത് തന്നാ നല്ല ബാങ്ക് മാനേജർ. തന്ന് പൈസ കെട്ടല്ല, പൈസ കെട്ടിന്റെ മുകളിലേ ചുറ്റിയിരുന്ന ബാൻഡ് എടുത്ത് തന്നിട്ട് പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുക. അപ്പോ കാര്യങ്ങൾ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അച്ഛ ഇറങ്ങി. എന്ത് പോണെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല, നിങ്ങൾ ഒറ്റൊരാളാണ് ഇങ്ങനെ ആക്കിയ. കുടുംബത്തിനെ പറ്റി നിങ്ങൾക്ക് ഒരു ചിന്തയില്ല. ചിന്തിക്കും ചലച്ചേ. ഒരു പഠിക്കും പോകാതെ ഈ സോഫയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങളെ പറ്റി ചിന്തിക്കും. കട്ടിലിൽ കിടക്കുമ്പോൾ നിങ്ങളെ പറ്റി ചിന്തിക്കും. എന്തിനേറെ പറയുന്നു, കക്കൂസിലിരിക്കുമ്പോൾ വരെ നിങ്ങളെ പറ്റി ചിന്തിക്കും ഞാൻ. മലബന്ധം വരാൻ നേരത്ത് ലൂസായി പോകാനായിരിക്കും നമ്മളെ പറ്റി ചിന്തിക്കണം. മനുഷ്യന് ഓരോ ദിവസം കഴിയുമ്പോഴും പ്രഷർ കൂടി വരെയാണ്. ഒരു ദിവസം 6 ഗുളികകൾ കഴിക്കണം, അറിയാമോ? വെറുതെയാണ് ചെലവ് കാരണം ഈ വീട്ടില്. ഒരു ഗുളിക വരെ ഒരു ദിവസം 6 ഗുളിക വാരി കഴിച്ച പോട്ടെ, എല്ലാം നശിക്കട്ടെ, എന്നാലേ പഠിച്ചോളൂ. ഒരു കാര്യം ചോദിക്കാൻ പറ്റും, അതിന്റെ ഇടയിൽ കൂടെ ആരടാ മാനേജിന്റെ അടുത്ത് എഡ്യൂക്കേഷൻ ലോൺ ചോദിച്ചാ? ഞാനല്ല അമ്മ. ചോദിച്ചത് പോട്ട്. ആ ഫോം ഫില്ലെങ്കിലും തെറ്റാതൊന്ന് പൂരിപ്പിച്ചോടാ നിനക്ക്. മനുഷ്യന്റെ തൊലി ഉരിഞ്ഞവിടെ വെച്ച് പട്ടിത്തൊടൽ വിട്ടോണ്ട് ഇറങ്ങിയിരിക്കണം അവൻ. ഇത് ഭയങ്കര കഷ്ടമാണ്. ഡേടേ, നീ പണിക്ക് പോകാൻ തുടങ്ങിയിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. നമ്മൾ പണിക്ക് പോകാതായിട്ടേ 10-15 വർഷങ്ങളായി. കൂടെ കിടന്ന് ഞങ്ങളിക്കല്ലേ ആ പേരും പറഞ്ഞോണ്ട്. ഞാൻ കളിക്കും. ഇവിടെ പാല് മുട്ടയും വാങ്ങണ എന്റെ പൈസക്കാണ്. എന്നാ ഇന്നോട്ട് നമ്മൾ പാല് കുടിക്കല്ലടാ, കട്ടൻ ചായ മതി. അല്ലേ അച്ഛാ? മതിയാ, മതി. കട്ടൻ ചായയിൽ ഇടുന്ന തേയിലയും പഞ്ചസാരയും എന്റെ പൈസക്ക് തന്നെ. ആഹാ, എങ്കിൽ നമ്മൾ പച്ചവെള്ളം കുടിച്ച് ജീവിക്കോടാ. പച്ചവെള്ളത്തിന്റെ ചൂടുവെള്ളത്തിന്റെ കാര്യമൊന്നും പറയണ്ട. കറണ്ട് ബില്ലും ഗ്യാസിന്റെ പൈസക്ക് അവനാണ് കൊടുക്കണം. എന്നാ പിന്നെ നമ്മള് വായു ഭക്ഷിച്ച് ജീവിക്കോടാ. ഇതെന്റെ തന്തയുടെ വകയാടാ. ഒന്നും പറ്റിയില്ലെങ്കേ നമ്മൾ കക്കാൻ പോവും. രണ്ടും കൂടെ കക്കാൻ പോയേ അവസാനം നാട്ടുകാരും പോലീസുകാരും പിടിച്ചേ കക്കിപ്പിക്കും. സൂക്ഷിച്ചോ. എന്തെങ്കിലും പോംവഴി കണ്ടെത്തണോടാ അതിന്. പണിക്ക് പോയാലാ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അത് പറഞ്ഞപ്പോഴേ ഒരുമാതിരി അവൾ ടെൻഷൻ അടിപ്പിക്കാതാ. പൈസ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ഞെളിച്ച് നടക്കാൻ പറ്റുള്ളൂ. എന്റെ കിഡ്നി പണയം വെച്ചാലാ? വേണ്ട, എന്റെ കിഡ്നി അങ്ങ് എടുക്കാം. അച്ഛൻ ആരെങ്കിലും പൈസ ഇങ്ങോട്ട് തരാവുണ്ടാ? പൈസ അങ്ങോട്ട് കൊടുക്കാണെങ്കിൽ കുറെ പേരുണ്ട്. ഇങ്ങോട്ട് ഉണ്ട് തരാറുണ്ട്. ഭാർഗവൻ കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു കമ്പ് മിഠായി ഒരു ലേസ് വാങ്ങിച്ചു കൊടുത്ത് 20 രൂപയായി. അത് തിരിച്ചു ചോദിച്ചാലേ? സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവണം. ഈ കോമാളിത്തരമൊക്കെ വിട്ടേ പറ്റൂ. അത് പറഞ്ഞു തരണത് ഏറ്റവും വലിയ കോമാളി. എടാ, പണ്ട് ഞാൻ ആൾക്കാരെ പൈസ കടം വാങ്ങിക്കുമ്പോഴേ അവരെ പേര് നമ്പർ ഒരു ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു. ആ ബുക്ക് എൻ്റെ ഇപ്പോഴും ഉണ്ട്. നമുക്ക് അതിൽ തപ്പി നോക്കിയാലേ? കിട്ടും. ആവശ്യം പോലെ കിട്ടും. അടി. അതല്ലടാ, പൈസ കടം വാങ്ങിച്ചവരെ പേര് മാത്രമല്ല, ഞാൻ പൈസ കൊടുത്ത ലിസ്റ്റ് ഞാൻ എഴുതി വെക്കുമായിരുന്നു. ആർക്ക് കൊടുത്ത്? എടാ, പണ്ട് എനിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നല്ല. എങ്ങനെ? അല്ല, അമ്മേരെ സ്വർണ്ണം വിറ്റ് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. കടം കൊടുക്കുമായിരുന്നു. എങ്ങനെ പറ? എന്നാ പിന്നെ അതിൽ തപ്പാം. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. പിച്ചച്ചട്ടി. ലക്ഷങ്ങൾ ഉറങ്ങണ ബുക്കാണിത്. ലോകത്തുള്ള എല്ലാ നമ്പറും ഉണ്ടല്ലോ അച്ഛാ ഇതില്. 20,000, 30,000, 25,000, 32,000 ഇതൊക്കെ ഇപ്പൊ വാങ്ങിച്ചാ? എടാ, ഇവർക്കൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇവർക്ക് എപ്പോഴേ തട്ടിപ്പോയി. അവരെ മക്കളുണ്ടെങ്കിലാ? നല്ല ചോദ്യം. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇങ്ങ് തന്നാണ് ഞാൻ നോക്കട്ടെ. സുന്ദരേശൻ 3000 രൂപ തരാനുണ്ട്. നമ്പറും ഉണ്ടല്ലേ? 3000 രൂപ എവിടെ തികയാനടാ? മൂക്കിപ്പൊടി വാങ്ങിക്കാൻ പോലും തികയൂലല്ലേ? അച്ഛാ ഒരു 1000 രൂപ എടുത്താണ്. സുന്ദരേശനെ വിളിക്കാം. നീ ഫോണും കണ്ട്. ഹലോ, സുന്ദരേശനല്ലേ? അതെ, ഒരു 2016 ജനുവരി മാസം ചായക്കടയുടെ വളപ്പിൽ വെച്ച് 3000 രൂപ ഞാൻ തനിക്ക് തന്നായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാമെന്നാണ് പറഞ്ഞത്. 10 വർഷമായി ഇതുവരെ കിട്ടിയില്ല. 3000 അവിടെ നിൽക്കട്ടെ. നീ ആരടാ? ഞാൻ രഘു, ഓച്ചന്തുരുത്ത് രഘു. ഒരു മിനിറ്റ്. ഓക്കെ. ഓച്ചന്തുരുത്ത് രഘുവല്ലേ? അതെ, ഓച്ചന്തുരുത്ത് രഘുവാണ്. നീ 2017 ഫെബ്രുവരി 18-ാം തീയതി എന്റെ കയ്യിൽ നിന്ന് ഒരു 16,048 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അതെപ്പ തരും? ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. പേജ് മറിച്ചാണ്.
മറിച്ച് വായി സുന്ദരേശന്റെ കയ്യിൽ നിന്ന് ഫെബ്രുവരിയിൽ 16,048 രൂപ ഞാൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഇനി സുന്ദരേശന് കൊടുക്കാനുള്ളത് 13,048 രൂപ. സുന്ദരേശൻ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ? ചൂടാണ്, ശ്രദ്ധിക്കണമല്ല. എന്നാ ശരി, സിമ്മ് ഡീആക്ടിവേറ്റ് ചെയ്യണം. എന്തോന്ന് വെച്ചാ ഇത്? ഇങ്ങോട്ട് തരേണ്ടവരുടെ ലിസ്റ്റ് കാണുവോടാ, തപ്പി നോക്ക്, അല്ലെങ്കിൽ നമുക്ക് തപ്പിയൊക്കെ പോയി ഇന്ന് കഴിക്കാം. ഒരു കണക്ക് പിള്ള 5,000 രൂപ തരാറുണ്ട്. പിള്ള സാറ് എന്നെ കണക്കൊടുപ്പിച്ച മാഷാണത്. നീ നമ്പർ ഒന്ന് പറഞ്ഞാണ്. ജിയോ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കും. 96 43 32. ഇറങ്ങിയുന്നുണ്ട്. ഹലോ പിള്ള മാഷെ, ഞാൻ രഘുവാണ്. രഘു, നീ എന്നെ മറന്നില്ലല്ലേ? ഇല്ല മാഷെ, എങ്ങനെ മറക്കാനാണ്? ഞാൻ നിന്നെ മറന്നു. ഞാനിടാ നീ. പണ്ട് സാർ എൻ്റെ അടുത്ത് 3-5 എത്രയെന്ന് ചോദിച്ചപ്പോ ഞാൻ 3-5 മൂഞ്ചട്ടെ എന്ന് പറഞ്ഞ രഘുവെ ഓർമ്മയുണ്ടാന്തോ? ട്രിക്കാവിടെ രഘു, നീയാ പറയണാരി. മാഷെ, ഞാൻ നിവർത്തിയോട് കൊണ്ട് ചോദിക്കുകയാണ്. അതെന്നാ നിനക്കില്ലാത്തത്? മാഷെ, ഞാനാണെങ്കിൽ പണ്ടൊരിക്കലും എൻ്റെ ഒന്ന് മാഷെ ഒരു 5,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് തിരിച്ചു തരാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. പൈസയൊക്കെ ഞാൻ തരാം, പക്ഷെ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. പണ്ടത്തെ പോലെയല്ലേ സാറേ, ഞാൻ ഏത് ചോദ്യത്തിന് ഉത്തരം തരും. 9-8 എത്രയടാ? 9-8 ഇട്ടല്ലേ സാറേ? ഹലോ സാർ വെച്ച് വിദ്യാഭ്യാസത്തേക്കാൾ വലുത് കിടപ്പണം. അത് വിട്ടേരാ, വേറെ നമ്പർ നോക്കും. സുന്ദരപാണ്ഡി 5 ലക്ഷം രൂപ തരാറുണ്ട്. 5 ലക്ഷോ? സുന്ദരപാണ്ഡി പണ്ട് ഞാൻ ഇയാക്കേ നേരെ സ്വന്തം വിറ്റ് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പാർട്ണർഷിപ്പില്. എന്തോ കാരണം കൊണ്ട് അത് നടന്നില്ല. എന്നാലും ഞാൻ അത് മറന്നല്ല. അയ്യോ, പൈസ ചോദിക്കാൻ പറ്റൂല, അങ്ങേര് മച്ചിട്ട് 2 കൊല്ലമായി. അച്ഛാ, 5 ലക്ഷം രൂപയാണ്, വെറുതെ കളയാൻ പറ്റൂല. ഇതൊക്കെ എനിക്ക് തിന്നാവുള്ളേണ്. അയാളെ മക്കളെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാ? ബന്ധുക്കള് ഒരു ബന്ധു ഉണ്ട്. എങ്ങനെ? പൈസ ടീം എന്നെ? അങ്ങേർക്ക് പൈസ മാത്രമേ ഉള്ളൂ, നിനക്കറിയായിരിക്കും. പേരെ പാണ്ടിമുത്തു. വട്ടിപ്പലിശക്കാരൻ പാണ്ടിമുത്തുവാ? ഈ സുന്ദരപാണ്ഡ്യേ പാണ്ടിമുത്തുവിന്റെ മാമനാണ്. ഏതായാലും കിട്ടാനുള്ള പൈസ അല്ലേ, നമുക്ക് വിളിച്ചു ചോദിക്കാം. പാണ്ടിമുത്തുവിനുള്ള ഡീലിങ്സ് ഒന്നേ ഫോണിൽ കൂടെ നടക്കൂല, നമുക്ക് അവനെ നേരിട്ട് പോയി കാണാം. അണ്ണാ, പാണ്ടിമുത്തു അണ്ണാ. എന്നടാ പൊറുക്കി പസങ്ങളെ, உங்களுக்கு നമ്മൾ ഒരു കുഴപ്പം കൊണ്ട് വന്നിருக்கு. எதுக்கு நெக்ஸ்ட் கச்சேரிக்கு கொள்ளத்து விட பிளான் போடுறியா? ஆமா அண்ணா. அப்படி இல்ல அண்ணா, இந்த ஊருக்கே தெரியும்ல உங்களுக்கு குழப்பம் ரொம்ப பிடிக்கும்னு, அதனாலதான் நம்ம இந்த குழப்பம் சமைக்க வந்திருக்கு. ஆமா, எனக்கு கொள்ளப்பம் ரொம்ப பிடிக்கும். சின்ன வயசுல கொள்ளப்பம் வேணும்னு அப்பா கிட்ட சொன்னப்போ கொள்ளப்பம் இல்ல ஒரு மலர் ஒன்று சொல்லி அடுப்பில் ஊதுற கொள்ள வச்சு என் கவாலம் புழக்க ஒன்று தந்தேன். அதுக்கு பிறகு കൊള്ളപ്പൊന്ന എനിക്ക് പെരിയ ആസ. അച്ഛന് ചപ്പാത്തിയാണല്ലേ ഇഷ്ടം? അല്ല ദോശ. എന്താ? അല്ല, അമ്മ അച്ഛന് ചപ്പാത്തി പലവയ്ക്കിട്ടാണല്ലേ അടിക്കണത്. വന്ന കാര്യം சொல்லிட்டு போடா. அண்ணா, உங்களுக்கு ஒரு மாமா இருந்துட்டாலே? ஆமா, ஒரு மாமா இருக்கு, சுந்தர பாண்டி, உயிர் மாமா. அந்த ഉയിർ മാമ എങ്കിട്ട ഇരുന്ന് കുറച്ച് പൈസ വാങ്ങിച്ചോണ്ട് പോയി, ഇതുവരെയ്ക്കും തന്നില്ല. ആള് ഇളந்து പോച്ച്. அதுக்கு നിങ്ങൾ മാമയുടെ തമ്പി, തമ്പിയുടെ മാമ, മാമ അപ്പൊ കണക്ഷൻ ഇറക്കില്ലേ? അപ്പൊ മാമൻ തരാനുള്ള 5 ലക്ഷം രൂപ അണ്ണൻ തരണം. ക്വസ്റ്റ്യൻ നമ്പർ 1, என் மாமா இப்ப எங்க இருக்கு? ഇളന്തപ്പഴമായി പോച്ച്. அப்ப மாமா வாங்கின பணம் இறந்து போச்சு. ലോജിക്ക് ശരിയാ? ലോജിക് ഒന്നും ശരിയല്ല. എനിക്ക് കിട്ടുള്ള പൈസ എനിക്ക് കിട്ടണം, നിറയെ പ്രശ്നം ഇருக்கு. ஏதாவது டாக்குமெண்ட்ஸ் இருக்கா? டாக்குமெண்ட்ஸ் ഒക്കെ ഉണ്ട്, ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏ മാമ എഴുതണതാ? മാമനല്ല, ഞാൻ എന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് മാമൻ തന്ന പൈസ. നമ്പ മാട്ടേ. മട്ടനല്ല, ചിക്കൻ. சீக்கிரம் പൈസ താ, എങ്ങൾക്ക് പോണം. நானும் என் மாமனும் பிறந்ததுலேருந்து ரிச்சுடா. உங்ககிட்ட இருந்து பைசா வாங்க வாய்ப்பு கிடையாது. നീ നിന്റെ മാമനെ ഈ പൈസക്കാരനാവണേനൊക്കെ മുമ്പ് ഓട്ടോള്ള ചെട്ടി ഇട്ടോണ്ട് ഈ നടുറോഡ് വഴി ഓടിയ കാര്യമൊക്കെ നമുക്കറിയാം. என்னடா என் வீட்டுல வந்து என்கிட்ட பணம் கேக்குறியா? பின்ன பணம் வாங்கிச்ச നിങ്ങളെ മാമനല്ലേ, നമ്മളെ മാമനാ? டேய், வீட்டுல வந்து சீன் போடாத, செஞ்சிடுவேன். മൂത്തുപാണ്ടി പ്ലീസ്, ഞാൻ കൈ കുമ്പിട്ട് കേക്കറേ, എനിക്ക് ഞാൻ പണം വേണോ, ഇല്ല എന്നാ വീട്ടില് കടക്കാര് വളയും. வளையட்டும், வீடு வளையட்டும். அதுக்கு நான் என்ன பண்ணணும்? நின்ன நான் பண்ணுறா.
இன்னொரு காரியம் சொல்லட்டுமா? உங்ககிட்ட இருந்து மாமன் பணம் வாங்கின காரியம் எனக்கு தெரியும். சாவறதுக்கு முன்னாடி உன் பணம் திருப்பி கொடுக்கறதுக்கு மாமன் என்கிட்ட சொல்லியாச்சு. ஆனா நான் தர மாட்டேனே, கொடுக்க മാട്ടേനെ. നീ എന്നാ பண்ணுവേ? എന്നാ பண்ணுവേ? നിന്റെ മാമൻ വന്ന് നന്മയോളി നീ വന്ന് താ പ്ലീസ്. പൈസ കൊടുമ്പോ ഇത് കിടക്കില്ല എന്നാ ഞാൻ കുടുംബോ ഞാൻ മക്കളെ പൊമ്പിളെ ഭാര്യ എല്ലാരും തീരേണ്ടി വരും. പ്ലീസ്. சாவட்டும். நீ எல்லாம் இப்படி சாவறதுக்கு தாண்டா பிறந்ததே. മാങ്ങാണ്ടി മുത്തു വാച്ചാ നമുക്ക് പോവാം. கூட்டிக்கொண்டு போட உங்க ஒப்பனை. டேய் பாண்டி முத்து, உனக்கு என்ன தெரியாது? உன்னை நான் இஞ்சிஞ்சாய் அழிக்க வைப்பேன். இந்த ஊரிலே ஜெட்டியோட என்ன ஓடிக்கேண்டா ഞാൻ. அப்படியா? என்ன நீ வந்து புரிஞ்சுக்கோ. இந்த பாண்டி முட்டு பிறந்ததிலே இருந்து சட்டி போட்டதே கிடையாது கிடையாது கிடையாது. വൃത്തികെട്ടവൻ. പടാ. போட பொறுக்கி. எல்லா பணம் இந்த பாண்டி முத்துக்கு தான். കണ്ട തമിഴന്മാരെ വായിരിക്കണതും കിട്ടിയല്ലേ? ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്തം കാണിക്കും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. കൊല്ലോടാ നീ. കടക്കാരും ബാങ്കാരും കൊല്ലാൻ നിൽക്കല്ലേ? ദാണ്ട, അച്ഛന്റെ പാതയാണ് നീ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഞാൻ തരൂലേ. അച്ഛന്റെ പാത ഇല്ലാതെ കുറുക്കുവഴി പിടിക്കാമോ? അയ്യോ. അച്ഛാ വിട്ടുകളച്ചാ, പൈസ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കാം. അമ്മ സെറ്റാക്കിക്കോളും. ഇല്ലടാ, ആ പാണ്ടിമുത്തു പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ നെഞ്ചിലാണ് കൊണ്ടത്. അത് ഓരോ മുറിവുകളായി ഇവിടെ കിടക്കുകയാണ്. ഇച്ചിരി ബെറ്റാടിനിട്ട് തരട്ടാ. ഒരു കൂടി വെച്ച് മതി. വേറെ ഒന്നും കൊണ്ടല്ല, ആ പാണ്ടി മുത്തുവിന്റെ അടുത്ത് ഷോ ഒന്നും ഇറക്കല്ലേ. നമ്മളെ കൊണ്ട് അത് പറ്റൂല. അവന് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ടടാ. നല്ല പണിയും ശമ്പളം ഉണ്ടെങ്കിൽ ഞാൻ പോവാം. നീ എൻ്റെ കൂടെ നിന്നാ ലക്ഷങ്ങൾ കൊയ്യാ. മണി ചെയിനാ? മണിയിൽ വരെ ചെയ്തിട്ടുണ്ട് നടക്കാവന്. ഒന്നും ഇല്ലാതാക്കണം. പാണ്ടിമുത്തുവിനെ എന്ത് ചെയ്യാൻ പോകുന്നു? മുടിപ്പിക്കണം. പാണ്ടിമുത്തുവിനെ മുച്ചോട് മുടിപ്പിക്കണം. മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ ഇതിനെ ഹേസ്റ്റ് എന്ന് പറയും, തമിഴിൽ ഇതിനെ തിരുട്ടെന്ന് പറയും, ഹിന്ദിയിൽ ഇതിനെ അറിഞ്ഞൂടാ, പച്ച മലയാളത്തിൽ മോഷണം എന്ന് പറയും. The blood is on.